അതൊരു ദിലീപിനെ കൊടുക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി ഉണ്ടാക്കിയ ഒരു കേസായി തോന്നുന്നുണ്ടോ? എനിക്ക് തോന്നുന്നില്ല. ദിലീപ് ആ വിഷയത്തിൽ ഉൾപ്പെടുകയും ആ വിഷയത്തിൽ വളരെ ക്രൂരമായ തരത്തിൽ പെരുമാറുകയും ചെയ്തിട്ടുണ്ട് എന്ന് പി ടി തോമസ് ജീവിച്ചിരിക്കുന്ന സമയത്ത് തന്നെ ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. പക്ഷേ സംശയാതീതമായി അത് തെളിയിക്കാൻ കഴിഞ്ഞില്ല എന്നാണ് ജഡ്ജ് പറഞ്ഞത്. അത് ജഡ്ജ്മെൻറ്റിൻ്റെ വിഷയമാണ്. ജഡ്ജിയെ നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല. പക്ഷേ ജഡ്ജ്മെൻറ്റിനെ വിമർശിക്കാനുള്ള അധികാരം നമുക്കുണ്ട്. വളരെ തെറ്റായ സന്ദേശമാണ് ഈ വിധിയിലൂടെ വന്നിട്ടുള്ളത്. ദിലീപ് പറഞ്ഞു വിട്ടവരെയൊക്കെ ശിക്ഷിച്ചു, ദിലീപിനെ വെറുതെ വിട്ടു. അതാണ് ഇപ്പോൾ ഈ വിധിയിലെ ഉള്ളടക്കം. അതാണ് അത് ഈ ഗവൺമെൻറ്റിൻ്റെ പരാജയമാണ്. പ്രോസിക്യൂഷൻ പരാജയപ്പെട്ടിരിക്കുന്നു. ഈ സന്ദർഭത്തിൽ എനിക്ക് മുഖ്യമന്ത്രിയോട് പറയാനുള്ളത് അടിയന്തരമായി ഇന്ന് തന്നെ ഇത് റീ എൻക്വയറി ചെയ്ത് അപ്പീൽ പോകണം, അല്ലെങ്കിൽ കേസ് വീണ്ടും പുനഃപരിശോധിക്കണം. കേരളം കണ്ട ഏറ്റവും ബീഭത്സമായ ഒരു സ്ത്രീ പീഡന കേസാണ്. ആ സ്ത്രീ പീഡന കേസിൻ്റെ സംവിധായകൻ അയാൾ കുറ്റവിമുക്തനായി പ്രഖ്യാപിക്കുന്ന വിധത്തിലാണോ പ്രോസിക്യൂഷൻ വാദിച്ചത്, കേസ് ഫ്രെയിം ചെയ്തത് എന്ന ചോദ്യം വിരൽ നീളുന്നത് മുഖ്യമന്ത്രിയുടെ എന്നുവെച്ചാൽ ആഭ്യന്തരമന്ത്രിയുടെ മുഖത്തേക്കാണ്. ജഡ്ജിനെ നമുക്ക് വിമർശിക്കാൻ പറ്റില്ല. നമ്മുടെ സമ്പ്രദായത്തിൽ ജഡ്ജ്മെൻറ്റിനെ വിമർശിക്കാം, ജഡ്ജ്മെൻറ്റ് പഠിക്കണം. പക്ഷേ ഗവൺമെൻറ് അപ്പീൽ പോകണം. വേണ്ടി വന്നാൽ ഈ കേസ് പുനരന്വേഷണം നടത്തിക്കൊണ്ട് ദിലീപിനെ ശിക്ഷിക്കുക എന്നുള്ളതല്ല, ബലാത്സംഗം ചെയ്യാൻ കൊട്ടേഷൻ കൊടുത്ത ആളെ ശിക്ഷിക്കണം. കൊട്ടേഷൻ കൊടുത്തു എന്നുള്ള കാര്യം ക്ലിയർ അല്ലേ? കൊട്ടേഷൻ ആകാശത്ത് നോട്ടി വിടുന്നതാണോ? ബലാത്സംഗം ചെയ്തു എന്നുള്ളത് സത്യമല്ലേ? ഇന്നിപ്പോൾ നമ്മുടെ പ്രശസ്തരായ സിനിമാ രംഗത്തെ ആളുകളൊക്കെ അത് പ്രതികരിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഞാൻ കയറി വരുമ്പോഴാണത് കണ്ടത്. ആര് പ്രതികരിച്ചാലും ഇല്ലെങ്കിലും CMയുടെ അഭിപ്രായം ഞാൻ പറയുന്നു. ഈ കേസ് വേണ്ടി വന്നാൽ പുനരന്വേഷിക്കണം. ബലാത്സംഗം നടന്നിട്ടുണ്ടെന്നും കൊട്ടേഷൻ കൊടുത്തിട്ടുണ്ടെന്നും അതിൻ്റെ അടിസ്ഥാനത്തിൽ ശിക്ഷ അനിവാര്യമാണെന്നും പറഞ്ഞ ഒരു ജഡ്ജ്മെൻറ്റിൽ അത് സംഘടിപ്പിച്ച കൊട്ടേഷൻ കൊടുത്തയാൾ രക്ഷപ്പെട്ടിരിക്കുന്നു എന്ന് പറയുന്നത് അങ്ങേയറ്റം ദൗർഭാഗ്യകരമാണ്. ഇത് കേരളത്തിലെ സ്ത്രീ സമൂഹത്തിന് നേരെ ചൂണ്ടിയിട്ടുള്ള ഉയർന്നു വന്നിട്ടുള്ള വലിയൊരു വെല്ലുവിളിയാണ്. ഈ ദിലീപിനെ അറസ്റ്റ് ചെയ്തപ്പോൾ